ഹലോ ഫ്രണ്ട്സ്, ടാലി ടെക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ പുതിയൊരു വെബ്സൈറ്റാണ്. കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ഒരു പുതിയ വെബ്സൈറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഫയലിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വെബ്സൈറ്റിലോട്ട് പോവാം. ഗൂഗിൾ ക്രോം വഴിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതിൽ ഏറ്റവും മുകളിലായിട്ട് www.incometax.government.in എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇൻകം ടാക്സിൻ്റെ പുതിയ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പുതിയ വെബ്സൈറ്റ്. ടോട്ടലി നമ്മുടെ പഴയ വെബ്സൈറ്റിനെയും കാട്ടി കുറേ ഇൻ്റർഫേസും കാര്യങ്ങളുമൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ വെബ്സൈറ്റ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഓരോ സെക്ഷനും എന്താണെന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്തുള്ള സ്ക്രീനിൽ കുറച്ച് ടാബുകളുണ്ട്. അതിൽ ഹോം ടാബ് ഉണ്ട്, ഇൻഡിവിജ്വൽ HUF എന്ന് പറഞ്ഞുകൊണ്ട്, കമ്പനി ഉണ്ട്, നോൺ കമ്പനി ഉണ്ട്, ടാക്സ് പ്രൊഫഷണൽസ് അതേഴ്സ് ഉണ്ട്, ഡൗൺലോഡ്സ് ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ സെർച്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹോമിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ വെബ്സൈറ്റിലും ഉള്ളതുപോലെ തന്നെയാണ്. ഹോമിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഹോമിലോട്ട് പോകും. പിന്നെ ഇൻഡിവിജ്വൽ HUF എന്ന് പറഞ്ഞ് അതിലോട്ട് മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സബ് കാറ്റഗറീസ് കിട്ടും. അത് സാലറീഡ് എംപ്ലോയീസ്, ബിസിനസ് പ്രൊഫഷൻ, സീനിയർ അല്ലെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസൺ, നോൺ റെസിഡൻറ്റ്, HUF ആണ്. അതിൽ സാലറീഡിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സബ് കാറ്റഗറി, സാലറീഡ് എംപ്ലോയീസിനെ സംബന്ധിച്ച കുറച്ച് സബ് കാറ്റഗറി അവിടെ കിട്ടും. ഗൈഡൻസ് ടു ടാക്സ്, റിട്ടേൺ ഫോം ആപ്ലിക്കബിൾ ടു മീ, ടാക്സ് സ്ലാബ്, ഡിഡക്ഷൻസ് ഓൺ വിച്ച് ഐ ഗെറ്റ് ടാക്സ് ബെനിഫിറ്റ്, അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അസിസ്റ്റഡ് ഫയലിംഗ്, ഡൗൺലോഡ്സ്. ഞാനിപ്പോൾ സാലറീഡ് എംപ്ലോയീസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന സബ് കാറ്റഗറി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിലാദ്യമായിട്ട് ഗൈഡൻസ് ടു ഫയലുണ്ട്. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൗ ടു ഫയൽ ടാക്സ് റിട്ടേൺ എന്നത് അതിൻ്റെ യൂസർ മാനുവലി, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ പിന്നെ ITR 2-ൻ്റെ യൂസർ മാനുവൽ. ഇത് ITR 1-ൻ്റെയാണ്, യൂസർ മാനുവലാണ്. ഇത് ITR 2-ൻ്റെയാണ്. ITR 1-ൻ്റെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ITR 2-ൻ്റെയാണ്. ITR 2-ൻ്റെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ITR 3-യെ സംബന്ധിച്ചും ITR 4-നെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് വരുന്ന ഫോംസാണ് ITR 1, ITR 2, ITR 3, ITR ഫോം. ഇതിൽ നാലിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സൺ അവരുടെ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. സോ അവരെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ഗൈഡൻസ് ടു ഫയൽ ടാക്സ് റിട്ടേണിൽ പോയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് സാലറി പേഴ്സൻ്റെ റിട്ടേൺ ഫോം ആപ്ലിക്കബിൾ ടു മീയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് റിട്ടേൺസ് ആൻഡ് ഫോം ആപ്ലിക്കബിൾ ഫോർ സാലറി ഇൻഡിവിജ്വൽ ഫോർ അസസ്മെൻറ്റ് ഇയർ 2021-22 എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ 2021-22 ഏതൊക്കെ ഫോം ആപ്ലിക്കബിൾ ആവും എന്നതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസാണ് താഴോട്ട് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാലറീഡ് എംപ്ലോയീസിനെ സംബന്ധിച്ച്. ഓക്കെ, അതിന് ITR 1 ഉണ്ട്, ITR 2 ഉണ്ട്, ITR 3 ഉണ്ട്, ITR 4 ഉണ്ട്. സോ ഈ ഫോമിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ സാലറി അല്ലെങ്കിൽ പെൻഷൻ, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഫാമിലി, പെൻഷൻ, ഡിവിഡൻഡ് എക്സെട്ര, പിന്നെ അഗ്രികൾച്ചർ ഇൻകം അപ് ടു 50,000. സോ അങ്ങനെയുള്ള ഈ കാറ്റഗറി പെടുന്ന ആൾക്കാർക്കൊക്കെ ITR 1 യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെയും. പിന്നെ ഈ നോട്ട്സിനകത്തും കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതൊക്കെ ഈ ITR 1 ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ കണ്ടീഷൻസ് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ITR 2-ൻ്റെതും ആർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. ITR 3-ലും സെയിം തന്നെയാണ്. ITR 4-ഉം അത് തന്നെയാണ്. ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ അതിനുള്ള കണ്ടീഷൻസ് ഇൻകം ടാക്സുകാർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ ഏത് ഫോമാണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നിങ്ങളത് യൂസ് ചെയ്താൽ മതി. അടുത്തതായിട്ട് സാലറീഡ് എംപ്ലോയീസിലെ മൂന്നാമത്തെ കാറ്റഗറി ടാക്സ് സ്ലാബ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ടാക്സ് സ്ലാബാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് താഴെ ഉള്ളവർക്ക് 60 വയസ്സിന് താഴെയുള്ള സാലറീഡ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഉള്ള ടാക്സ് സ്ലാബിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ, സ്ലാബിൻ്റെ ഡീറ്റെയിൽസാണ് ആ ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കിട്ടുന്നത്.
പിന്നെ ഇവിടെ ഏജ് ഗ്രൂപ്പ് പ്ലസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 60+ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അതുപോലെ 80+ ഇൻകം ടാക്സ് സ്ലാബ് ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസും അതിൻ്റെ കുറച്ച് വാട്ട് ഈസ് സർചാർജ് എന്നുള്ള ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി നമുക്കതിൽ 4ാമത്തെ ഓപ്ഷൻ ഡിഡക്ഷൻ ഓൺ വിച്ച് ഐ ഗെറ്റ് ടാക്സ് ബെനിഫിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പേയ്മെൻറ്റ്സ് ഇൻകം ഓൺ വിച്ച് ഐ ക്യാൻ ഗെറ്റ് ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതുവഴിയിട്ട് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. കുറച്ച് ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് അവരിവിടെ പറയുന്നത്. അങ്ങനെ ATC, ATCCC, ATCD അങ്ങനെ പറഞ്ഞുള്ള ATC ഡിഡക്ഷൻസിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് അവർ പറയുന്നത്. പിന്നെ ATDയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് എന്ന് പറഞ്ഞാൽ ആ ഡിഡക്ഷനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് ആ ഹെഡിന് താഴോട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ആ ഹെഡിനെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ ATTTB എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഓൺ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഡെപ്പോസിറ്റ് ബൈ റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATTTB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റ് വഴി നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റിന് 50,000 വരെ നമുക്ക് ഡിഡക്ഷൻ ലിമിറ്റുണ്ട്. 50,000-ന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടിയാൽ അത് ടാക്സബിൾ ആവും. അത് നമ്മൾ ഇൻകമായിട്ടും കൊണ്ടുവരേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് അത് ബാധകമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് അത് ബാധകമായിട്ട് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സാലറിഡ് എംപ്ലോയീസിൽ അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സബ് കാറ്റഗറി ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസിൽ തന്നെ ആ ഒരു പേജാണ് വരുന്നത്. ഇതിനകത്ത് പാന്, ആധാർ കാർഡ് അല്ലെങ്കിൽ അതർ യൂസർ ID അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പഴയ വെബ്സൈറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ ഡീറ്റെയിൽസും താഴെ പാസ്വേഡും കൊടുത്താണ് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നത്. പക്ഷേ പുതിയ വെബ്സൈറ്റിൽ അവർ ഓരോ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന് കൂടാതെ തന്നെ ആധാറും യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആധാർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാറും പാനുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആധാർ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതൊരു പുതിയ ഒരു മാറ്റമാണ് ഈ വെബ്സൈറ്റിലൂടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പഴയതിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇനി അടുത്തത് സാലറിഡ് എംപ്ലോയീസിൽ നമുക്ക് അസിസ്റ്റഡ് ഫയലിംഗ് എന്നുള്ള സബ് കാറ്റഗറി എന്താണെന്ന് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഓവർവ്യൂ അല്ലെങ്കിൽ പിന്നെ അസിസ്റ്റഡ് ഫയലിങ്ങിൻ്റെ കുറച്ച് ഹെൽപ്പ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ നമുക്ക് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA ആരാണ്, ഹൂ ഈസ് CA എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് അവരിവിടെ പറയുന്നുണ്ട്. പിന്നെ ERI എന്ന് പറഞ്ഞാൽ ഈ റിട്ടേൺ ഇൻ്റർമീഡിയറ്ററീസ് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്താണ്, അവരെക്കുറിച്ച് അതെന്താണെന്നുള്ള കുറച്ച് വിവരണങ്ങൾ അവരിവിടെ തരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഫയലിങ്ങിന് വേണ്ടി അസിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് അവരിവിടെ നൽകുന്നത്. സോ അടുത്ത നമുക്ക് ഡൗൺലോഡ്സ് എന്നുള്ള സബ് കാറ്റഗറിയിൽ പോവാം. ഓക്കെ, ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺസും ഉണ്ട്, DSC മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ DSC EM സൈനർ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് DSC യൂസ് ചെയ്ത് ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ളവർക്ക് EM സൈനർ യൂസ് ചെയ്ത് മാത്രമേ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഓരോ അസസ്മെൻറ്റ് ഇയറിനെ സംബന്ധിച്ച് ഉള്ള യൂട്ടിലിറ്റീസ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ടും ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ സാലറിഡ് എംപ്ലോയീസിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ITR 1, ITR 2, 3, 4, 5, 6, 7 ഇത് സംബന്ധിച്ച് ITR ഫയൽ ചെയ്യാനായിട്ടുള്ള യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫോം അല്ലെങ്കിൽ ജാവ യൂട്ടിലിറ്റി അത് ഡൗൺലോഡ് ചെയ്യേണ്ട ഡൗൺലോഡ് പേജിലോട്ടാണ് ഇത് പോകുന്നത്.
സോ അതിൽ നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ ITR 1 ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ITR 1 സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷനും സ്കീമയും അല്ലെങ്കിൽ അതിൻ്റെ വേർഷൻസും വാലിഡേഷനും അതിൻ്റെ നോട്ടിഫൈഡ് ITR 1 നോട്ടിഫൈഡ് എന്നുള്ള ഇതും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ കോമൺ യൂട്ടിലിറ്റി ITR 1 to ITR 4 എന്ന് പറഞ്ഞുണ്ട്. സോ ITR 4 വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ആ യൂട്ടിലിറ്റി ഉണ്ട്. ITR 1 to ITR 1 ITR 2 ITR 3 ITR 4 നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് കുറച്ച് എക്സൽ യൂട്ടിലിറ്റിയും കുറച്ച് ജാവ യൂട്ടിലിറ്റിയും ഉണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നു. ആ യൂട്ടിലിറ്റിയൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം നിലവിൽ അവരത് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടത്തില്ല, അതിനുള്ള ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് കോമൺ ഓഫ്ലൈൻ യൂട്ടിലിറ്റി. ഇതും കോമൺ ഓഫ്ലൈൻ യൂട്ടിലിറ്റിയാണ് കേട്ടോ. ഈ ITR 1 to ITR 4 എന്ന് പറയുന്നതും കോമൺ ITR യൂട്ടിലിറ്റി തന്നെയാണ്. ഇത് ITR 5 to ITR 7 യൂട്ടിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റിയും അതിൻ്റെ DSC മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഡൗൺലോഡ്സിൽ വഴി നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്തത് ബിസിനസ് പ്രൊഫഷനിൽ പോയാലും നമ്മൾ നേരത്തെ കണ്ട സെയിം സാലറീഡ് എംപ്ലോയീസിൽ കണ്ട സെയിം സബ് കാറ്റഗറി തന്നെയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് നിങ്ങൾക്ക് എന്താണെന്ന് വിവരിക്കുന്നില്ല. സീനിയർ സിറ്റിസനും അത് തന്നെയാണ്, നോൺ റെസിഡൻറ്റിനും അത് തന്നെയാണ്, HUFനും സെയിം തന്നെയാണ്. സോ അത് എല്ലാം സാലറീഡ് എംപ്ലോയീസിന് നമ്മൾ കണ്ട പോലെയുള്ള ഓപ്ഷൻസ് തന്നെയാണ് മറ്റുള്ള ആൾക്കാർക്കും അവിടെ ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഇൻഡിവിജ്വൽ HUF എന്നുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പനിയിലൊന്ന് പോവാം. കമ്പനി പോകുമ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് കമ്പനിയുണ്ട്, ഫോറിൻ കമ്പനിയുണ്ട്. അതിൽ ഡൊമസ്റ്റിക് കമ്പനിയിൽ പോകുമ്പോൾ കുറച്ച് സബ് ഹെഡ് കിട്ടുന്നുണ്ട്. സെയിം തന്നെയാണ് നേരത്തെ നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള സാലറീഡ് എംപ്ലോയിക്ക് കണ്ട അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടത് വിവരിക്കുന്നില്ല. അടുത്തതായിട്ട് ഫോറിൻ കമ്പനിയിൽ നമ്മൾ പോകുമ്പോഴും സബ് കാറ്റഗറി ആയിട്ട് വരുന്നത് സെയിം നേരത്തെ നമ്മൾ സാലറീഡ് എംപ്ലോയിക്ക് കണ്ട അതേ ഡീറ്റെയിൽസ് തന്നെയാണ്. സോ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് നാലാമത്തെ ടാബായിട്ടുള്ള നോൺ കമ്പനിയിൽ പോകുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് സബ് കാറ്റഗറി വരുന്നുണ്ട്. അതിൽ AOP ഉണ്ട്, BOA ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, AGP ഉണ്ട്, ഫേം ഉണ്ട്, LLP ഉണ്ട്, ലോക്കൽ അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സാലറീഡ് എംപ്ലോയീസിൽ കണ്ട സെയിം സബ് കാറ്റഗറീസ് തന്നെയാണ് അവിടെ വരുന്നത്. അതുപോലെ ഫേമിൽ പോയാലും സെയിം സബ് കാറ്റഗറി തന്നെയാണ്, ലോക്കൽ അതോറിറ്റിയിൽ പോയാലും സെയിം സബ് കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടാക്സ് സ്ലാബ് എന്നൊക്കെ പറയുന്നത് നേരത്തെ ഇപ്പം നമ്മളിവിടെ ഫേമിൽ പോയിട്ട് ടാക്സ് സ്ലാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ടാക്സ് സ്ലാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ടാക്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമിനെ അല്ലെങ്കിൽ LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച ടാക്സ് ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലിൽ പോയപ്പോൾ നമ്മൾ ടാക്സ് ലാബിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച ടാക്സ് ഡീറ്റെയിൽസ് ആണ് വന്നത്. അതേ സെയിം തന്നെയാണ് ഈ പറഞ്ഞ പോലെ നോൺ കമ്പനിയിൽ നമ്മൾ ഫേമിൽ പോയിട്ട് ടാക്സ് ലാബിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫേമിനെ സംബന്ധിച്ചുള്ള കാറ്റഗറീസ് ഉള്ള ആ ടാക്സ് ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് അതത് ആൾക്കാരെ സംബന്ധിച്ച് ഉള്ള ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ടാക്സ് പ്രൊഫഷണൽസ് ആൻഡ് അതേഴ്സിൽ പോയി കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഏജൻസി ഉണ്ട്, ടാക്സ് ഡിഡക്ടർ കളക്ടറുണ്ട്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷനും സർവീസും എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷനാണ് ഉള്ളത്. അതിൽ നമുക്ക് രജിസ്ട്രേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്ക് ഈ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ IT ഫയൽ ആണെങ്കിൽ അവരും രജിസ്റ്റർ ചെയ്തിരിക്കണം. അവരുടെ ക്ലയൻറ്റിൻ്റെ IT ഫയൽ ചെയ്യണമെങ്കിൽ അവരും രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ അവർക്കത് രജിസ്റ്റർ ചെയ്യേണ്ട സ്റ്റെപ്സിനെ കുറിച്ചൊക്കെയാണ് ആ ഒരു സ്ക്രീനിൽ കൂടി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫോട്ടോ സഹിതം അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് അവർ കാണിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സർവീസ് അവൈലബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഈ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന എന്തൊക്കെയാണ് ലഭിക്കുന്ന സർവീസ് എന്നുള്ളത് അവിടെ അവർ കാണിക്കുന്നുണ്ട്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടിന് ബാധകമായിട്ടുള്ള ഫോംസൊക്കെ അവർക്ക് ഈ സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ടാക്സ് പ്രൊഫഷണൽസിൽ എക്സ്റ്റേണൽ ഏജൻസിയിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സെയിം തന്നെയാണ്. എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കുള്ള രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇനി അടുത്തത് ടാക്സ് ഡിഡക്ടറിലൊന്ന് പോവാം. ടാക്സ് ഡിഡക്ടർ അല്ലെങ്കിൽ കളക്ടർ. അതിനായിട്ട് ഈ ടാക്സ് ഡിഡക്ടർ അല്ലെങ്കിൽ കളക്ടറിനെ സംബന്ധിച്ചുള്ള
ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ TDS പിടിക്കാൻ ബാധ്യതയുള്ള ആൾ അല്ലെങ്കിൽ TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ചെയ്യാൻ ബാധ്യതയുള്ള ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഈ സ്ക്രീനിങ് വഴി അറിയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാൻ ഉപയോഗിച്ചാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യേണ്ടത്. ടാൻ ഉപയോഗിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അത് വഴിയിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ TDSൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ടാക്സ് ഡിഡക്ടർ ആൻഡ് കളക്ടർ എന്നുള്ള ഡീറ്റെയിൽസിന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിനകത്ത് സർവീസ് അവൈലബിളിൽ പോയി കഴിഞ്ഞാൽ TDS റിലേറ്റഡ് വ്യൂ ഫയൽഡ് ഫോംസ് MyCA അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിവിടെ ഡൗൺലോഡ്സ് എന്നുള്ള ടാബ് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഇൻഡിവിജ്വൽസിൽ സാലറിഡ് എംപ്ലോയീസിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ വന്നില്ലേ, ആ സെയിം ഇത് തന്നെയാണ് ഇവിടെയും ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അതിനകത്ത് നമുക്കിവിടെ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെൻറ്റ് ഇയർ നമുക്കിവിടെ മാറ്റി നമുക്ക് ഓരോ അസസ്മെൻറ്റ് ഇയറിലെയും ആ സമയത്തുള്ള ഫോംസ് എന്തായിരുന്നോ അല്ലെങ്കിൽ ആ സമയത്തുള്ള യൂട്ടിലിറ്റി എന്തായിരുന്നോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഹെൽപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് അതിൻ്റെ ഹെൽപ്പ് എടുക്കുക. ഇപ്പോൾ ഞാൻ ITR എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുകയാണ്. ITR സെർച്ച് ചെയ്യുമ്പോൾ അതിന് ITRനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇപ്പോൾ ഉദാഹരണം ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഞാനൊന്ന് എടുക്കുക, ITR റെസ്പോൺസ് എന്ന് പറഞ്ഞെടുക്കുക. അതെടുക്കുമ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫക്റ്റീവ് നോട്ടീസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറിച്ചുള്ള FAQ ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഈ സെർച്ച് എന്ന് പറയുന്ന ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ITRനെ നമ്മുടെ ഇൻകം ടാക്സിനെ സംബന്ധിച്ചുള്ള വാക്കാണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ ആ ഒരു വാക്ക് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഫോം എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനുണ്ടാവും ഇവിടെ ഫോം എന്ന് പറഞ്ഞിട്ട് സെർച്ച് കൊടുത്തില്ല, പകരം ഞാൻ ഒന്ന് സ്പേസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഫോംസ് ഇൻകം ടാക്സിനെ സംബന്ധിച്ച കുറച്ച് ഫോംസിനെ കുറിച്ചാണ് വരുന്നത്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഫോം എന്താണെന്നുള്ളത് നമുക്ക് അതിലോട്ട് കടക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഹെൽപ്പ് വഴിയിട്ട് നമുക്ക് അതിലോട്ട് പോയി അറിയാൻ പറ്റും. സോ അതാണ് ഈ മെയിൻ ടാബ് കൊണ്ടുള്ള യൂസേജാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് നമുക്കിവിടെ ലോഗിൻ ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്. സോ നമുക്കിവിടെ ലോഗിനും രജിസ്റ്ററിലോട്ടും പോകാം. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ വിട്ട് ഇവിടെ ഒരു സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതെന്താണെന്നും കൂടി ഒന്ന് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അവർ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് സെർച്ച് എനി ഇൻകം ടാക്സ് റിലേറ്റഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിനെ കുറിച്ചുള്ള എന്ത് കാര്യവും ജസ്റ്റ് ഇവിടെ ഒന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്കത് ആ ഡീറ്റെയിൽസിലോട്ട് പോകാൻ പറ്റും. നേരത്തെ നമ്മൾ ഹെൽപ്പിൽ ചെയ്ത അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഈ സൈഡിൽ ഫയലിംഗ് 2.0 എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനകത്ത് ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇൻകം ടാക്സ് വെബ്സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ നമുക്കിവിടെ ഈ വ്യൂ ഗൈഡഡ് ടൂർ ഓഫ് ദി ന്യൂ പോർട്ടൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ ഒരു വീഡിയോ പോപ്പപ്പ് ചെയ്ത് വന്ന് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഹലോ, വെൽക്കം ടു ദിസ് ഇൻട്രൊഡക്ടറി വീഡിയോ ഓൺ ദി ഓൾ ന്യൂ ഫയലിംഗ് പോർട്ടൽ. ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഗെറ്റ് എ ഹെഡ്. കണ്ടോ, അത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ വഴി അറിയാൻ പറ്റും. നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് ഉള്ളത് ഇവിടെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് താഴോട്ടൊക്കെ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വെരിഫൈ റിട്ടേൺ അതിൽ ഇവിടെ കൂടി തന്നെ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്താൽ ഈ വെരിഫൈ ചെയ്യാൻ പറ്റും റിട്ടേൺ. അതുപോലെ ആധാർ ലിങ്ക് ചെയ്യാൻ പറ്റും. പാനും ആധാർ ലിങ്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആധാർ പാൻ ലിങ്ക്ഡ് ആണെന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ പേ ടാക്സ്, വെരിഫൈ പാൻ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് അറിയാൻ പറ്റും. ഞാൻ ഇതിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല, കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ കടക്കാം. വേറൊന്നുമല്ല, ലോഗിനും രജിസ്റ്ററും എന്ന് പറഞ്ഞുള്ള 2 ഡീറ്റെയിൽസും ഉണ്ട്. അതാണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻകം ടാക്സ് ലോഗിൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യമായിട്ട് പാൻ എടുത്ത ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് IT ഫയൽ ചെയ്യാൻ വേണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് IT ഫയൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതാണ് ഇവിടെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വരുന്നത്. അതിനകത്ത് ഇവിടെ ടാക്സ് പേയറിന് ഇവിടെ നമ്മൾ പാൻ കൊടുത്ത് നമ്മുടെ വാലിഡേറ്റ് ചെയ്ത് പിന്നെ കണ്ടിന്യൂ കൊടുത്ത് പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേഴ്സിനെ സംബന്ധിച്ച് അതേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാൻ വരും. അതിൽ എക്സ്റ്റേണൽ ഏജൻസി ഉണ്ട്, TIN 2.0
2.0 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്മാർക്കും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസികൾക്കും അല്ലാതെ ഈ ടിൻ 2.0 സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നവർക്കും ഒക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു പോയാൽ അവരുടെ പാൻ ഡീറ്റെയിൽസും മറ്റുള്ള വിവരങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തതിന് ശേഷം അവർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയാണ് രജിസ്റ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ലോഗിനിലോട്ട് പോകാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത ഒരാൾ അവരുടെ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്താൽ മാത്രമേ അവർക്ക് IT ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ലോഗിനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ ഇവിടെ ലോഗിൻ എന്നുള്ളതിനകത്ത് ഇവിടെ എൻ്റർ യുവർ യൂസർ ID എന്ന് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യൂസർ ID എന്ന് അവർ ഉദ്ദേശിക്കുന്നത് പാൻ, ആധാർ, അതർ യൂസർ ID ആണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ യൂസർ ID എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ നമ്പർ തന്നെയായിരിക്കും. പിന്നെ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പുതിയ വെബ്സൈറ്റിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ആധാറും പാനും ലിങ്ക്ഡ് ആണെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് വഴിയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടും പറ്റും. സോ ഞാനിപ്പം പാൻ വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ അവർ അടുത്ത ഇത് കാണിക്കുന്നുണ്ട്. ലോഗിൻ പ്ലീസ് കൺഫേം യുവർ സെക്യൂർ അക്സസ് മെസ്സേജ് ടിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അതെൻ്റെ പാസ്വേഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്നതിന് ശേഷം ഞാനൊന്ന് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമുക്ക് ഫൊർഗെറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പാസ്വേഡ് മറന്നുപോയെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അത് ഫൊർഗെറ്റ് ചെയ്ത പാസ്വേഡ് നമുക്ക് പുതിയ പാസ്വേഡായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതിലോട്ട് ഇപ്പോൾ കടക്കുന്നില്ല. നമുക്കിവിടെ എൻ്റെ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും വെൽക്കം ടു ഫയലിംഗ് പോർട്ടൽ ശരൺ കുമാർ എൻ്റെ പേരാണ് വരുന്നത്. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് 70% കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കുറച്ച് 30% എന്തോ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതാണ് അവരിവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ലോഗിൻ ചെയ്തത് വഴി നമുക്ക് എന്തൊക്കെ സർവീസ് കിട്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണ ഡീറ്റെയിൽസും അല്ലെങ്കിൽ പ്രൊഫൈൽ വഴിയിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സർവീസിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഏറ്റവും താഴെ അപ്ഡേറ്റ് പ്രൊഫൈലുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിലോട്ട് പോകാൻ പറ്റും. അടുത്തതായിട്ട് ഈ സ്ക്രീനിൽ തന്നെയാണ് കുറച്ച് ടാബുകളുണ്ട്. ഡാഷ്, ഫയലിന്, ആതറൈസ്ഡ് പാർട്ട്ണർ, സർവീസസ്, പെൻഡിങ് ആക്ഷൻ, ഗ്രീവൻസസ്, ഹെൽപ്പ്, പിന്നെ ഇവിടെ സെഷൻ ടൈം എന്ന് പറഞ്ഞുണ്ട്. ഈ സെഷൻ ടൈം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഒരു സെയിം സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സെയിം സ്ക്രീനിൽ എനിക്കൊരു 40 മിനിറ്റത്തേക്ക് ഞാൻ യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും 40 മിനിറ്റോളം എനിക്ക് നിൽക്കാം. 40 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോഗൗട്ടായി പോകും. മറിച്ച് ഞാൻ ഇവിടെ നിന്ന് അടുത്തൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോയാൽ ഈ 40 മിനിറ്റ് എന്നുള്ളത് വീണ്ടും 40 മിനിറ്റായിട്ട് നമുക്ക് വീണ്ടും പുതുതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സെഷൻ ടൈം ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ താഴോട്ട് സ്കിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കിപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പേര്, പാൻ ഡീറ്റെയിൽസ്, നമ്മുടെ ആധാറിൻ്റെ അവസാനത്തെ 4 നമ്പേഴ്സ്, പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ മൊബൈൽ ID, ഇമെയിൽ ID, പിന്നെ ലോഗിൻ ഇൻ സെൽഫാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് വഴിയാണോ ലോഗിൻ ചെയ്തത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, പിന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും ബാങ്ക് ഡീറ്റെയിൽസ്, യുവർ അക്കൗണ്ട് ഈസ് നോട്ട് സെക്യൂർ വിത്ത് വാൾട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിട്ടും, പിന്നെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സിന് നമുക്ക് എന്തെങ്കിലും നോട്ടീസ് വന്നിട്ട് പൈസ അടയ്ക്കാനായിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ നമുക്കിവിടെ അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സ്കിപ്പ് അടിച്ചപ്പോഴത്തേക്കും നേരെ നമുക്ക് ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷനിലാണ് പോയത്. ഞാൻ ഒന്നും കൂടി ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് തരാം. കണ്ടോ, ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്കിവിടെ കോൺടാക്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് ഉണ്ട്, യുവർ അക്കൗണ്ട് സെക്യൂർ ചെയ്യുന്ന ഓപ്ഷനുണ്ട്. ഇവിടെ ടാക്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞുണ്ട്, പിന്നെ റീസെൻ്റ്ലി ഫയൽഡ് റിട്ടേൺ ഉണ്ട്, പിന്നെ ആയിട്ട് പെൻഡിങ് ആക്ഷൻ ഉണ്ട്. നമ്മളെന്തെങ്കിലും റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ITR ഫോം നമ്മൾ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിലോ അതിനെക്കുറിച്ചുള്ള അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ റീസെൻറ്റ് ഫോം ഫയൽഡ് എന്നുള്ളത്, പിന്നെ ഗ്രീവൻസസ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ അറിയാൻ പറ്റും. ഇവിടെ ഫയൽ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്ത്, ഇപ്പോൾ സെലക്ഷൻ വരത്തില്ല കാരണം അതിൻ്റെ വെബ്സൈറ്റ് പൂർണ്ണമായിട്ടില്ല. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫയൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിൽ പോകാൻ പറ്റും.
സോ ഇത്രയും ചെറിയ ഡീറ്റെയിൽസാണ് ഈ ഡാഷ്ബോർഡിലുള്ളത്. പിന്നെ ഇവിടെ ഈ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്, ഇൻകം ടാക്സ് ഫോം ഉണ്ട്. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവഴിയും നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മളെ ഫയൽഡ് റിട്ടേൺ വ്യൂ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വ്യൂ ഫയൽഡ് റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെയുള്ള ഇപ്പോൾ ഓരോ അസസ്മെൻറ്റ് ഇയർ വൈസിട്ട് നമുക്കിവിടെ ആ ഫയൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ XML ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ എക്സലിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഇവിടെ അടുത്ത പേജിലോട്ട് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ 3 അസസ്മെൻറ്റ് ഇയറേ കാണിക്കത്തുള്ളൂ. ഇവിടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത അസസ്മെൻറ്റ് ഇയർ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒറ്റ സ്ക്രീനിൽ കിട്ടണമെങ്കിൽ അവിടെ ഇത് മാറ്റിയിട്ട് ഐറ്റം പെർ പേജ് എന്നുള്ളത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതുവരെ ഫയൽ ചെയ്തതെല്ലാം നമുക്ക് ഒറ്റ ഇതിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, അതാണ് ഈ വ്യൂ ഫയൽഡ് റിട്ടേണിൽ പോയി കഴിഞ്ഞാലുള്ളത്. പിന്നെ ആയിട്ടുള്ളത് ഈ വെരിഫൈ റിട്ടേണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെരിഫൈ റിട്ടേൺ വഴി എന്തെങ്കിലും റിട്ടേൺ വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ അക്നോളജ്മെൻറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിലോട്ട് പോകാൻ പറ്റും. പിന്നെ അടുത്തതായിട്ടുള്ളത് വ്യൂ ഫോം 26AS ആണ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 26AS എന്നുള്ള നമ്മുടെ TDS ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡിഡക്ഷൻസ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ട്രേസസിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. ഞാനപ്പോൾ അത് കൂടുതൽ കാണിക്കുന്നില്ല. അടുത്തതായിട്ട് ഡൗൺലോഡ് പ്രീഫില്ല് ഡേറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ പ്രീഫിൽഡ് ഡേറ്റ ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, മെയിൽ ID അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, IFSC കോഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് പ്രീഫില്ലായിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ ഒരു ഡൗൺലോഡ് പ്രീഫിൽഡ് ഡേറ്റ എന്നുള്ള ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഇൻകം ടാക്സ് ഫോംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സബ് കാറ്റഗറി ഒന്നുണ്ട്. അതിനകത്ത് ഫയൽ ഇൻകം ടാക്സ് ഫോംസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സംഷൻ ഫോംസുകളുണ്ട് നമുക്ക് ഇളവ് കിട്ടാനായിട്ടുള്ള. ആ ഫോംസ് നമുക്ക് ഇത് വഴിയിട്ട് ഫയൽ നൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോമാണോ ആ ഫോമിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പഴയ വെബ്സൈറ്റിൽ ഉള്ളതുപോലെയുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വ്യൂ ഫയൽഡ് ഫോംസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫോംസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പം ഒന്ന് ഫയൽ ചെയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ഒന്നും കാണിക്കാത്തത്. പിന്നെ ഇനി ആതറൈസ്ഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ മൈ ചാർട്ടേഡ് അക്കൗണ്ട്, എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആതറൈസ്ഡ് അനദർ പേഴ്സൺസ് അവരുടെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് ഇവിടം വഴി അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഒരു ഓതറൈസ്ഡ് CA ഇല്ല, അതുകൊണ്ട് അതിവിടെ കാണിക്കുന്നില്ല, നോ റെക്കോർഡ്സ് ആണ്. പിന്നെ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള റീഫണ്ട് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ അതിനുള്ള റിക്വസ്റ്റ് നമുക്കിവിടെ നിന്ന് ഇതുവഴി കൊടുക്കാൻ പറ്റും. കണ്ടോണേഷൻ റിക്വസ്റ്റ് ഉണ്ട്. അതും ഇതുപോലെ നമുക്ക് ഡിലേ ഇൻ സബ്മിഷൻ ഓഫ് ITR അതിന് വേണ്ടിയിട്ടുള്ള കണ്ടോണേഷൻ റിക്വസ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ള ജനറേറ്റഡ് വെരിഫിക്കേഷൻ EVC ഉണ്ട്. അത് നമുക്കിവിടെ EVCയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ് ബാങ്കിങ് ആണോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആണോ ഡിബാറ്റ് അക്കൗണ്ട് ആണോ ഇതുവഴി നമുക്ക് വെരിഫിക്കേഷൻ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇവിടെ നിന്ന് നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് EVC എടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ITDREIN ഉണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെസിഫൈഡ് എൻറ്റിറ്റി ഉണ്ട് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പേഴ്സൺസ് അവർ IT ഇൻകം ടാക്സിൻ്റെ റൂള് പ്രകാരം അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വഴിയിട്ട് പറ്റുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു 16 ഡിജിറ്റ് ഒരു ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ അവർക്ക് ലഭിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെസിഫൈഡ് എൻറ്റിറ്റി ഇൻകം ടാക്സ് നോട്ടിഫൈ ചെയ്ത സ്പെസിഫൈഡ് എൻറ്റിറ്റീസിന് അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് വ്യൂ ഡൗൺലോഡ് PAN ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ PAN നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് നമുക്ക് ഈ ഒരു സർവീസസ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് സബ് കാറ്റഗറീസിൽ വരുന്ന കുറച്ച് ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അടുത്തായിട്ട് പെൻഡിങ് ആക്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ വർക്ക് ലിസ്റ്റ്, റെസ്പോൺസ് ടു ഔട്ട്സ്റ്റാൻഡിങ് ഡിമാൻഡ്, പ്രൊസീഡിങ്, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, കംപ്ലയിൻസ് പോർട്ടൽ, റിപ്പോർട്ടിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വർക്ക് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക്
ദർ ഈസ് നോ ഐറ്റം ഇൻ വർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഫോർ യുവർ ഇൻഫർമേഷനും ഒന്നുമില്ല, ഫോർ യുവർ ആക്ഷനിലും ഒന്നുമില്ല. പിന്നെ റെസ്പോൺസ് ടു ഔട്ട്സ്റ്റാൻഡിങ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിമാൻഡിന് നമുക്ക് ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ഡിമാൻഡിന് നമുക്കിവിടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡിമാൻഡിൻ്റെ റെഫറൻസ് നമ്പർ സെർച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിവിടെ പോപ്പുലേറ്റ് ചെയ്ത് വരും. അത് വഴിയിട്ട് നമുക്ക് അതിന് റിപ്ലൈ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിമാൻഡ് നമ്മളിവിടെ അസസ്മെൻറ്റ് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ അസസ്മെൻറ്റ് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതി കാണിക്കും. ഇപ്പോൾ ഞാൻ 2020-21 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നോ റെക്കോർഡ്സ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഡിമാൻഡൊന്നും ഇല്ല. ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡിമാൻഡ് റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മളതിവിടെ സെലക്ട് ചെയ്തിട്ട് ഡിമാൻഡ് റെഫറൻസ് നമ്പർ എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇനി അടുത്തതായിട്ട് ഈ പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കമ്മിങ് സൂൺ ആണ്, അത് ആയിട്ടില്ല, അതിൻ്റെ ഫംഗ്ഷൻ വർക്കായിട്ടില്ല. അടുത്തതായിട്ട് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻസ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിൻ്റെ തന്നെ വേറൊരു പേജിലോട്ട് പോകും. അതിൽ നമുക്ക് അവരുടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്, അവരുടെ ക്യാമ്പയിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇതുവഴി നമുക്കറിയാൻ പറ്റും. അടുത്തതായിട്ട് കംപ്ലയിൻസ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ 3-4 ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിൽ ഈ ക്യാമ്പയിനിൽ ഉള്ളതുണ്ട്, ഈ വെരിഫിക്കേഷൻ ഉണ്ട്, ഈ പ്രൊസീഡിംഗ് ഉണ്ട്, DAN ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ DAN പോയി കാണിക്കാം. DAN എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതെന്താ പറയുക, നമുക്കൊരു ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ മെയിൽ ആയിട്ടാണ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി നമുക്ക് പോസ്റ്റലായിട്ട് കിട്ടിയാൽ തന്നെ ആ ഡോക്യുമെൻ്റ് നമ്പർ വെച്ചിട്ട് അത് യഥാർത്ഥതാണോ, അത് ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് ഇഷ്യൂ ചെയ്തതാണോ എന്നുള്ളത് നമുക്കിവിടെ പ്രൊസീഡ് കൊടുത്തു പോയി കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് ഡോക്യുമെൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഇവിടുന്ന് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഓതൻറ്റിസിറ്റി നമുക്ക് ഇവിടുന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്. റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് ദ ഫോളോവിങ് ഓപ്ഷൻ, ന്യൂ രജിസ്ട്രേഷൻ, SFT, പ്രിലിമിനറി റെസ്പോൺസ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് സബ്മിറ്റ് ഗ്രീവൻസസ് ഉണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും ഗ്രീവൻസസ് നമുക്ക് ഈ ഫയലിങ്ങിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ റീഫണ്ടിനെ സംബന്ധിച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും ഗ്രീവൻസസ് നമുക്ക് ഇത് വഴിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ആ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഗ്രീവൻസിൻ്റെ സ്റ്റാറ്റസ്, നമ്മൾ നേരത്തെ കൊടുത്ത ഗ്രീവൻസസിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ അറിയാൻ പറ്റും. പിന്നെ ഹെൽപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വേർഡ് വെച്ചിട്ട് അതിനെ സംബന്ധിച്ച ഹെൽപ്പ് നമുക്ക് സെർച്ച് ചെയ്തെടുത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഈ പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ലോഗ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അത് ചേഞ്ച് പാസ്വേഡ് ഉണ്ട്, മൈ പ്രൊഫൈൽ ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. മൈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൂടെ മൈ പ്രൊഫൈലിൽ നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് ഇവിടെ നിന്ന് മൈ പ്രൊഫൈൽ കിട്ടും. അതല്ലെങ്കിൽ നേരത്തെ ഞാൻ ആദ്യം ലോഗിൻ ചെയ്തപ്പോൾ ഏറ്റവും താഴെ സൈഡിലോട്ട് വന്ന ഓപ്ഷനിൽ നമുക്ക് ഇതുണ്ട്, ഈ പറഞ്ഞ പോലെ അവിടെ നിന്നും അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ വഴിയിട്ട് നമുക്ക് മൈ പ്രൊഫൈലിൽ പ്രവേശിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഈ കാണുന്ന നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഈ വെബ്സൈറ്റ് ആദ്യമായിട്ടത് നോക്കുന്നത്. അപ്പം എൻ്റെ അറിവിൽ ആദ്യമായിട്ട് വന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ഇതൊന്ന് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്ത് നിങ്ങൾ ഓപ്ഷനിൽ പോയി നോക്കിയാൽ മതി. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻകം ടാക്സ്, GST, ടാലി, TDS തുടങ്ങി ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമായ നോളജിന് ആവശ്യമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.